ഇന്നൊരു യമണ്ടൻ സാരി പർച്ചേസിൻ്റെ വീഡിയോ ഇട്ട് തരാം കേട്ടോ. ഇത് ഏകദേശം ഒരു 4 ദിവസങ്ങളോളം അലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ടാണ് കേട്ടോ നമ്മുടെ സാരി പർച്ചേസ് ഉണ്ടായിട്ടുള്ളത്. സാരി പർച്ചേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സാരിയാണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേർക്ക് വേണ്ടി എൻ്റെ ചെറിയൊരു വ്ളോഗ് ഇടുന്നു കേട്ടോ. അപ്പം നമ്മൾ രാത്രിയാണ്, നമുക്ക് എല്ലാ പണിയും കഴിഞ്ഞ് രാത്രിയാണ് നമ്മൾ അധിക ദിവസവും സാരിക്ക് പോയിട്ടുള്ളത്. അപ്പോൾ സാരിക്ക് വേണ്ടി ഒരുവിധം കോഴിക്കോടുള്ള എല്ലാ ഷോപ്സും ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ ഞാൻ റിവീൽ ചെയ്യുന്നുള്ളൂ കേട്ടോ. ആദ്യം ഞാൻ പോയത് ശോഭികയിലാണ്. ശോഭികയിൽ ഈ സ്റ്റാഫിനെ കണ്ടോ, നല്ല അടിപൊളി സ്റ്റാഫാണ് കേട്ടോ. കാരണം നമ്മൾ ലേറ്റായിട്ടാണ് പോയത്, പക്ഷേ സാരി എടുത്തിട്ട് തരാനാണെങ്കിലും ഒരു മടിയോ ഒരു മുഖം ചുളിക്കലോ ഒന്നുമില്ല. കാരണം നമ്മൾ അത്രയും ലേറ്റായി പോകുമ്പോൾ എല്ലാവർക്കും വീട്ടിൽ പോകുന്ന തിരക്കുണ്ടാവും തീർച്ചയായിട്ടും. പക്ഷേ ഈ സ്റ്റാഫ് ഒരിക്കലും അവരുടെ മുഖത്ത്, ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഹോസ്റ്റലിൽ സ്റ്റേ ആണോ എന്ന് വരെ നമ്മൾ ചോദിച്ചു ലാസ്റ്റ് കേട്ടോ. കാരണം അത്രയും പെർഫെക്റ്റ് കസ്റ്റമർ ഡീലിംഗ് തന്നെയായിരുന്നു. ഈ കാണുന്നതിൽ കുറേ സാരിയൊക്കെ ഞാൻ തന്നെ വലിച്ചടിപ്പിച്ചാണ് കേട്ടോ. പക്ഷേ എന്നിട്ടും അവരുടെ മുഖത്ത് ഒരു കറുത്ത ഭാവം ഉണ്ടായിട്ടില്ല. ഈ സ്റ്റാഫിനെ ഞാൻ സ്പെസിഫൈ ചെയ്യാൻ കാരണം വേറെയും സ്റ്റാഫുമാരെ ഞാൻ പരിചയപ്പെട്ടിരുന്നു, പക്ഷേ അതിനകത്ത് ഈ സ്റ്റാഫിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൽ കുറച്ചൊക്കെ നമ്മൾ ഗിഫ്റ്റ് സാരീസൊക്കെ പർച്ചേസ് ചെയ്തു. പിന്നീട് എൻ്റെ സാരി തീർച്ചയായിട്ടും ഇവിടുന്ന് കിട്ടിയിട്ടില്ല. അങ്ങനെ ബാക്കി നമുക്ക് ഗിഫ്റ്റ് സാരിയൊക്കെ മേടിച്ചതിന് ശേഷം എൻ്റെ അടുത്ത സാരിക്ക് വേണ്ടി അടുത്ത ഷോപ്പിലേക്ക് പോകുമായിരുന്നു കേട്ടോ. പിന്നീട് പോയത് കല്യാൺ സിൽക്സിലായിരുന്നു. കല്യാൺ സിൽക്സിലും വലിയ മോശമില്ല, നല്ല പട്ട് സാരികളൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇവിടെയും എനിക്കൊരു സ്റ്റാഫിനെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അവരും ഇതേപോലെ ഒരുപാട് സാരി നമ്മൾ വലിച്ചിട്ടിട്ട് ആദ്യത്തെ സാരി എടുക്കും അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. അവരും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. കാരണം ഒരു വീഡിയോ എടുത്ത് നമ്മളൊരു സാരി സെലക്ട് ചെയ്യും, തീർച്ചയായിട്ടും അവർക്കും ഒരുപാട് ടൈം ഡിലേ വരും, നമുക്കും ഡിലേ ഉണ്ട്. പക്ഷെ അതൊക്കെ ക്ഷമയോടെ കാത്തു നിന്ന സ്റ്റാഫായിരുന്നു കേട്ടോ നമുക്ക് കല്യാൺ സിൽക്സിൽ കിട്ടിയത്. കല്യാണം നമ്മൾ ഒരു സാരി പർച്ചേസ് ചെയ്തിരുന്നു. ഇടയ്ക്ക് നമ്മൾ കുറേ ബനാറസിയൊക്കെ നോക്കിയിരുന്നു കേട്ടോ. ബനാറസിയിൽ ജോർജറ്റും ഒക്കെ നോക്കിയിരുന്നു. അപ്പം ആദ്യം നമ്മൾ പട്ടുസാരിയാണ് നോക്കി, അതിനുശേഷം ബനാറസിയിലേക്ക് വന്നു. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു തിരിച്ച് പട്ടുസാരിയിലേക്ക് വന്നു. അതായത് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തിട്ടും ഇപ്പം എന്നെ സാരി ഡ്രൈപ്പ് ചെയ്യുന്നില്ലേ, അതാണ് കേട്ടോ കല്യാണിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റാഫ്. സെയിം ടൈം വേറെയും സ്റ്റാഫുമാരെ അവിടെ കണ്ടിട്ടുണ്ട്. മീൻസ് അവരെല്ലാവരും ഇതേപോലെ ക്ഷമയിലൊന്നും നിൽക്കുന്നതേ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവരെ തന്നെ എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ചെല്ലുമ്പോൾ ഈ സ്റ്റാഫിലേക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും. നിങ്ങൾക്കൊരു സാരി സെറ്റ് ആവുന്നത് വരെ അത് അവർ നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ഒന്നും ചെയ്യില്ല കേട്ടോ. നിങ്ങൾ വന്ന വഴിക്ക് നിങ്ങൾക്ക് വലിയ റേഞ്ചിലുള്ളതും ചെറിയ റേഞ്ചിലുള്ളതും എല്ലാ ഓപ്ഷൻസും നമുക്ക് കാണിച്ചു തരും. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് എടുത്താൽ മതി. മീൻസ് അത് സാരി എന്താ പറയുക സ്പ്രെഡ് ചെയ്തിടുന്നതിലൊന്നും അവർക്ക് പരാതിയില്ല. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇത്രയൊന്നും വലിച്ചിടണ്ട, ഞാൻ പറയുന്നത് മാത്രം എടുത്താൽ മതി എന്ന് വരെ പറഞ്ഞു. വലിയ കുഴപ്പമില്ല, നിങ്ങൾ സാരി കണ്ടോളൂ. അതായത് അവർ ചെയ്യുന്ന ജോലിയിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അത്തരത്തിൽ എനിക്കത്ര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എല്ലാവരും എനിക്കങ്ങനെ പെട്ടെന്ന് ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ടാണ് വളരെ സ്പെസിഫിക്കായിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരെ പല ഷോപ്പിലുള്ള ആൾക്കാരെ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ഈ സാരിയാണ് കേട്ടോ എടുത്തത്. ഇത് അമ്മയ്ക്ക് എടുത്ത സാരിയായിരുന്നു. അപ്പോൾ അത് ഒരുപാട് സാരികൾ സെലക്ട് ചെയ്ത് നമുക്കൊരു യൂണിക് സാരി കിട്ടണം എന്നൊക്കെ പറഞ്ഞ് ഒടുവിൽ സെലക്ട് ചെയ്തതാണ് ഇത്. കല്യാണത്തിന് പിന്നെ ഈ ഒരു സാരിയും പിന്നെ കുറച്ച് എക്സ്ട്രാ ആക്സസറീസ് മാത്രം പർച്ചേസ് ചെയ്തിട്ട് വീണ്ടും എൻ്റെ സാരിക്കുള്ള ഹണ്ടിലായിരുന്നു കേട്ടോ. കല്യാണിൽ ഏറ്റവും കൂടുതൽ നല്ല പ്യുവർ പട്ട് സാരി, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ട്രെൻഡായി നിൽക്കുന്ന നല്ല കോൺട്രാസ്റ്റ് ബോർഡർ ട്രഡീഷണൽ ടൈപ്പൊക്കെയാണ് വരുന്നത്. അത് റേറ്റിനുള്ള ക്വാളിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓരോ ബൂട്ടാസൊക്കെ വരുമ്പോൾ അവരത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും, നമുക്ക് ഇന്ന കാരണം കൊണ്ടാണ് ഈ മെറ്റീരിയൽ ഇങ്ങനെയാണ്. അത് കുറച്ചും കൂടി എനിക്ക് ഒന്നും അറിയാത്ത ആൾക്കാരൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് കുറച്ചും കൂടി എന്തുകൊണ്ട് ഇത്ര പ്രൈസ് എന്നൊക്കെ ഉള്ളത് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ട്രഡീഷണൽ പാറ്റേൺസ് ആണ് ഇപ്പോൾ ഒന്ന് റണ്ണിങ് ആയിട്ടുള്ളത് ട്രെൻഡിൽ. അപ്പോൾ അങ്ങനത്തതൊക്കെ ഒരുപാട് നമുക്ക് അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ നോക്കുന്ന ബ്രൈഡ്സൊക്കെ ആണെങ്കിൽ കല്യാണം ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുവേ. പിന്നീട് ഫൈനലി ഞാൻ പോയത് ഷീമാട്ടിയിലാണ് കേട്ടോ. ഷീമാട്ടിയിൽ മീൻസ് ലിമിറ്റഡ് കളക്ഷൻസാണ്, പക്ഷേ അതിൽ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഒരു 10 എണ്ണം കാണിച്ച് അതിൽ 2-3 എണ്ണമൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ കളക്ഷൻസ് ഉണ്ട്. ഇവിടെ നിന്നാണ് ഫൈനലി എൻ്റെ സാരി കിട്ടിയത് കേട്ടോ. ഷീമാട്ടി നമ്മൾ ഇനോഗ്രേഷൻ ടൈമിലൊക്കെ ഞാൻ പോയ സമയത്തിനേക്കാൾ ഒരുപാട് അടിപൊളി കളക്ഷൻസ് ഇപ്പോൾ ഉണ്ട് കേട്ടോ. എൻ്റെ വിചാരം എറണാകുളം ഷീമാട്ടിയിൽ മാത്രമേ നല്ല കളക്ഷനുള്ളൂ. ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് ഒരുപാട് കളക്ഷൻസ് നല്ല ചീപ്പർ റേറ്റിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലിക്കറ്റ് അത്ര കളക്ഷൻ ഇല്ല എന്നൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷീമാട്ടിയിൽ പോവാതെ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷനിൽ എവിടെയും സാധനം എനിക്ക് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ വെറുതെ ഷീമാട്ടിയിൽ കയറിയതായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഈ പ്രാവശ്യം എൻ്റെ കൺസെപ്റ്റുകളൊക്കെ അവർ മീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് 3-4 സാരി വെച്ചിട്ട് നമ്മൾ ലോക്കായിട്ടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലിനി ഏത് സെലക്ട് ചെയ്യും, നമുക്ക് സ്കിൻ ടോണിന് ചേരുമോ, അങ്ങനെ ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഫൈനലി നിങ്ങൾ ഏതൊക്കെ സാരി പട്ട് സാരിയൊക്കെ പ്രിഫർ ചെയ്യുന്നവർ കല്യാൺ സിൽക്സും ഷീമാട്ടിയും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ.
നമ്മൾ നോർമൽ ഗിഫ്റ്റ്സ് ആയിരിക്കൊക്കെ ശോഭിക കുറച്ചും കൂടി പ്രിഫറബിൾ ആയിരിക്കും. ബാക്കിയൊന്നും എനിക്ക് സത്യത്തിൽ വലിയ പ്രൊമോട്ട് ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടില്ല. മീൻസ് എനിക്കിഷ്ടപ്പെട്ടത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇഷ്ടമില്ലാത്തതിന് ഞാൻ അങ്ങനെ പ്രൊമോട്ടൊന്നും ചെയ്ത് ആർക്കും ബുദ്ധിമുട്ടാക്കണില്ല. അങ്ങനെ ഫൈനലി നമ്മളെ സാരി തലേ ദിവസം ഇസ്തിരി ഇടുന്നതൊക്കെ കുറച്ച് വീഡിയോസാണ്. അപ്പം ബ്രൈഡ്സൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് ചിലപ്പോൾ അവർക്ക് കുറച്ചും കൂടി കാലിക്കറ്റ് നിന്ന് പർച്ചേസ് ചെയ്യാൻ എളുപ്പമാവും തോന്നുന്നുണ്ട്. ചില ആൾക്കാർ ഹസ്ബൻഡിൻ്റെ ജുബയൊക്കെ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്താൽ ചോദിച്ചിരുന്നു. അതും നമ്മൾ ഷീമാട്ടിയിൽ നിന്ന് തന്നെയാണ് എടുത്തത്.